ഹായ് എവരി വൺ. നമുക്കിനി ടോക്കൺസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ക്യാരക്ടർ സെറ്റ് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഒരു കൂട്ടം അക്ഷരങ്ങൾ, അത് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്, അതുപോലെ അതർ ക്യാരക്ടേഴ്സ്, ഇവയെല്ലാം ചേരുന്നതാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ബേസിക് കിട്ടി, അക്ഷരമാല കിട്ടി. ഇനി നമുക്ക് ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു വാക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ടോക്കൺസ്. സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആർ കോൾഡ് ടോക്കൺസ്. അതായത് നമ്മുടെ C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. അതായത് അതൊരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ കോഡ്. C++ കോഡിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് തന്നെയാണ് ഈ പറഞ്ഞ ടോക്കണുകൾ. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ വേർഡ് എന്ന് പറയാറില്ലേ, ആ വേർഡിനെ നമ്മൾ C++ പ്രോഗ്രാമിൽ പറയുന്ന ടേമാണ് ടോക്കൺ എന്ന് പറയുന്നത്. അപ്പം വേർഡ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ലെറ്റേഴ്സ് പഠിച്ചു കഴിയുമ്പം ലെറ്റേഴ്സുകൾ കൂട്ടിച്ചേർത്ത് നമ്മളൊരു വേർഡ് പ്രിപ്പയർ ചെയ്യും. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വേർഡ് തന്നെയാണ് C++ലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെന്ന് പറയാം, ടോക്കൺസ് എന്ന് പറയും. C++ൽ മെയിനായിട്ട് നമുക്ക് 5 തരത്തിലുള്ള ടോക്കൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ കീവേഡ്സ് എന്ന് പറയും, 2 ഐഡൻറ്റിഫയേഴ്സ്, 3 ലിറ്ററൽസ്, 4 പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് നമ്പർ 5 ഓപ്പറേറ്റേഴ്സ്. അപ്പം ഇവയെല്ലാം എന്താണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ C++ൻ്റെ കമ്പൈലറിലേക്ക് ഒരു പ്രത്യേക അർത്ഥം കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടോക്കണാണ് കീവേഡ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുക. അതിനൊരു സ്പെഷ്യൽ മീനിങ് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കീവേഡ്സിന് പറഞ്ഞ ടേമാണ് റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയും. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായി മാറ്റി വെച്ചിരിക്കുന്ന വേർഡ്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു ട്രെയിനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ റിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും ആ ഒരു ടിക്കറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേർഡ്സുകളെയാണ് കീവേഡ്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേംസ് ഒന്നും ഒരിക്കലും ഒരു വേരിയബിളിൻ്റെ പേരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ടോ യൂസ് ചെയ്യാനേ പാടില്ല. ഇനി കീവേഡ്സ് 48 കീവേഡ്സ് ആണ് C++നകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ കുറച്ച് നമുക്ക് പറയാം. 48 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും പ്രോഗ്രാം ചെയ്ത് പോകുന്ന വഴിക്കായിട്ട് ഇതെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഇൻറ്റീജർ ക്യാരക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ മാത്രം ഡിറ്റർമൈൻ ചെയ്യുന്നു. അതുപോലെ ഡബിൾ ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ബ്രേക്ക്, ഈഫ്, എൽസ്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. 48 എണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പോകെ പറഞ്ഞു തരാം. നമ്പർ 2, ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ സ്ഥലത്തിനും ആളുകൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനും ഒക്കെ ഒരു പേര് കൊടുക്കാറില്ലേ. ആ പേരിനെ നമ്മൾ C++ൽ പറഞ്ഞ ടേമാണ് ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ. ഐഡൻറ്റിഫയർ പേരിൽ തന്നെ കിടപ്പുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തോ അത് പേരാണല്ലോ. അപ്പം അതിനെ നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നു. refers to the names used to represent variables, constants, functions in a program. അതായത് ഒരു പ്രോഗ്രാമിലെ വേരിയബിൾ ഉണ്ടാവും, കോൺസ്റ്റൻസ് ഉണ്ടാവാം, ഫങ്ഷൻസ് ഉണ്ടാവാം, ഒരു ക്ലാസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം റെഫർ ചെയ്യാൻ നമ്മളൊരു നെയിം കൊടുക്കാറുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഐഡൻറ്റിഫയർ. ഇനി നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പം, ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. ഈ റൂൾ എന്ന് പറയുന്നത് നമ്മളെ മറ്റെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഒരുപോലെ തന്നെ ബാധകമാണ്. അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് എ സീക്വൻസ് ഓഫ് 1 or more ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ ക്യാരക്ടേഴ്സ്. അപ്പം സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം, നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അണ്ടർസ്കോർ ക്യാരക്ടറും കൂടി ചേരുന്നതാണ് ഒരു ഐഡൻറ്റിഫയർ എന്ന് പറയാം. നമ്പർ 2, മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ ക്യാരക്ടർ. ഒന്നെങ്കിൽ ഒരു ലെറ്റർ വെച്ചിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ക്യാരക്ടർ വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആയിരിക്കും. അതുപോലെ തന്നെ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. വൈറ്റ് സ്പേസസ് മീൻസ് ഇടയ്ക്ക് സ്പേസ് പാടില്ല. അത് ഒരു തെറ്റായ കാര്യമാണ്. പിന്നെ ഡു നോട്ട് യൂസ് കീവേഡ്സ് ഒരിക്കലും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. മുമ്പ് നമ്മൾ കീവേഡ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. എന്താണ്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ആ സ്പെഷ്യൽ പർപ്പസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും കമ്പൈലർ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും കീവേഡ്സ് ഒരു നെയിമായിട്ട് കൊടുക്കാൻ പാടില്ല.
അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും രണ്ടായിട്ട് തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. കാരണം C++ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് ലെറ്റേഴ്സിനെ അപ്പർ കേസ് ആയിട്ട് മാത്രം കാണാനും ലോവർ കേസ് ലെറ്റേഴ്സിനെ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് മാത്രം കാണാനുമായിരിക്കും പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ ആ A നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ A തന്നെ ആയിരിക്കും ആ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ആ വേരിയബിളിൻ്റെ നെയിം. നമ്മൾ ഇടയ്ക്കെങ്ങാനും അറിയാതെ A ആണല്ലോ എന്ന് വിചാരിച്ച് സ്മോൾ ലെറ്ററിലെ A ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും അതിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താ, രണ്ടായിട്ടായിരിക്കും ഉറപ്പായിട്ടും C++ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നുണ്ട് കൗണ്ട്. അതിൽ C എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷേ എന്താണ്, C ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടും അതൊരു വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ തന്നെയാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് സം ഓഫ് 2 നമ്പേഴ്സ്. നമ്മൾ നോർമലി സം ഓഫ് 2 നമ്പേഴ്സ് എങ്ങനെയാണ്, സം എഴുതി ഒരു സ്പേസ് ഇട്ടിട്ട് ഓഫ് എഴുതി ഒരു സ്പേസ് ഇട്ട് 2 എന്ന നമ്പർ എഴുതി പിന്നെ സ്പേസ് ഇട്ടതിന് ശേഷമല്ലേ നമ്പേഴ്സ് കൊടുക്കാറുള്ളൂ. പക്ഷേ സ്പേസ് നോട്ട് അലൗഡ് അല്ലേ, അതുകൊണ്ട് ഒരുമിച്ച് തന്നെ എഴുതി കൊടുക്കുക സം ഓഫ് 2 നമ്പേഴ്സ്, അത് വാലിഡ് ആണ്. നെക്സ്റ്റ് അണ്ടർസ്കോർ ഫസ്റ്റ് റാങ്ക് എന്ന് കൊടുത്തേക്കുക. വെറുതെ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമ്പർ 1 ആണ്, ഡിജിറ്റ് അല്ലേ, അത് ഇൻവാലിഡ് ആയേനെ. പക്ഷേ അണ്ടർസ്കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ പ്രോബ്ലം ഇല്ല. ആവറേജ് വെയിറ്റ് കണ്ടോ, ആവറേജ് അണ്ടർസ്കോർ വെയിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ എന്താ കൊടുക്കാറ്, ഒരു സ്പേസ് ആണ്, സ്പേസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അണ്ടർസ്കോർ ക്യാരക്ടർ അലൗഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുത്താൽ കറക്റ്റാണ്. പിന്നെ ഡൂ എന്ന് കൊടുത്തിരിക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡൂ എന്നുള്ള വേരിയബിൾ നെയിം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, സ്മോൾ ലെറ്റർ ഡൂ ഈസ് എ കീവേഡ്. കീവേഡ് ഒരിക്കലും നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് എന്താണ്, ക്യാപിറ്റൽ ഡൂ എന്ന് കൊടുത്തു, അത് എന്താ കേസ് സെൻസിറ്റീവ് അല്ലേ C++, മുമ്പ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഡൂ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റലിൽ കൊടുത്താൽ ഒരിക്കലും അത് ഇൻവാലിഡ് ആവുകയില്ല. കുറച്ച് ഇൻവാലിഡും കൂടെ നോക്കിയാലോ. നമ്പർ 1 കൊടുത്തേക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ മുമ്പ് ഞാൻ പറഞ്ഞു നമ്പർ 1 എന്നുള്ള ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷമാണ് നെയിം കൊടുത്തേക്കുന്നത്, അപ്പോൾ ഇടയ്ക്ക് സ്പേസ് വന്നേക്കുന്നത് കൊണ്ട് അത് ഇൻവാലിഡ് ആണ്. അതുപോലെ തന്നെ സ്മോൾ ലെറ്ററിൽ ഡൂ എന്ന് കൊടുത്തിരിക്കുന്നത് അതൊരു കീവേഡാണ്. സോ ഈ 3 ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ. അപ്പം നമ്മളിപ്പോൾ ടോക്കൺസിലെ കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ റൂളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇനിയുള്ള ലിറ്ററൽസും പങ്ക്ച്വേറ്റേഴ്സും ഓപ്പറേറ്റേഴ്സും ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.